ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ ഇറാനിലേക്ക് വരേണ്ടതില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര പരിശോധന പുനരാരംഭിക്കാൻ അനുവദിക്കുന്ന കെയ്റോ കരാറിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ് IAEA ഇറാൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പരിശോധന പുനരാരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇറാന്റെ ഈ ഒരു അമ്പരപ്പിക്കുന്ന തീരുമാനം. ഇറാന്റെ കൈവശം സമ്പുഷ്ടീകരിച്ച യുറേനിയം എത്രയുണ്ട് എന്ന് അറിയിക്കണമെന്നും അമേരിക്കയും ഇസ്രയേലും ബോംബിട്ട ആണവ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണെന്നും IAEA ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് കെയ്റോ കരാറിൽ നിന്ന് പിന്മാറുന്നതായി ഇറാൻ അറിയിച്ചത്. മറ്റു കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്നുമാണ് ഏജൻസിക്ക് ഇറാൻ നൽകിയിരിക്കുന്ന മറുപടി. ആണവായുധം നിർമ്മിക്കാനാവശ്യമായ യുറേനിയം, ആണവ കേന്ദ്രങ്ങളിലെ സുരക്ഷ എന്നിവയെക്കുറിച്ച് അറിയാനും പരിശോധിക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാസം ആദ്യം IAEA ഇറാന് അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ആകെ കടുത്തു നിന്നിരുന്ന ഇറാനിലെ സാഹചര്യം ഈ കത്തോടുകൂടി വീണ്ടും കൂടുതൽ കലുഷിതമായി. അത് സെപ്റ്റംബറിൽ നേരത്തെ തന്നെ ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക വിലക്ക് ദീർഘിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് നശിപ്പിച്ചുവെന്ന് പറയുന്ന കേന്ദ്രങ്ങളിലേക്ക് സന്ദർശനത്തിനുള്ള എല്ലാ അനുമതിയും ഇറാൻ റദ്ദാക്കി. ഫോർഡോ, നതാൻസ് എന്നീ ആണവ കേന്ദ്രങ്ങളിലൊന്നും പരിശോധനയ്ക്ക് വരാൻ അനുമതിയില്ല. അതോടൊപ്പം ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന പിക്കാക്സ് പർവ്വതങ്ങളിലേക്കുള്ള പരിശോധനയും വിലക്കിയിട്ടുണ്ട്. ഇതോടെ ഇറാനിലെ ആണവശേഷി സംബന്ധിച്ച സ്ഥിരീകരണം കടുത്ത പ്രതിസന്ധി നേരിടും. ഇറാനിൽ 60% സമ്പുഷ്ടീകരിച്ച 400 കിലോ യുറേനിയം സ്റ്റോക്ക് ഉണ്ടാകണമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് ആയുധ നിർമ്മാണത്തിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഏതാനും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇത്രയും യുറേനിയം തന്നെ പര്യാപ്തമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആശങ്ക പടരാൻ ഇടയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു അപകടകരമായ സാഹചര്യമാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനയുടെയും നയതന്ത്രത്തിന്റെയും അഭാവത്തിലെ അവിശ്വാസം പടരാൻ കാരണമാകുന്നുണ്ട്. ഇറാനും പാശ്ചാത്യ ശക്തികളുമായുള്ള ആണവ സമ്പുഷ്ടീകരണ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനുള്ള JCPOA കരാർ കഴിഞ്ഞ മാസം കാലഹരണപ്പെട്ടിരുന്നു. അതിനുശേഷം അത് മാറ്റിസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഒരു സൂചനയും ഉണ്ടായിട്ടില്ല. US-ന്റെ പങ്കാളിത്തമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കരാർ സാധ്യമല്ല എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. 2015 ആണവ പദ്ധതി ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയത് പുനരാരംഭിക്കാൻ ഇറാൻ അർദ്ധസമ്മതം മൂളി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ജൂണിൽ ആദ്യം ഇസ്രയേലും പിന്നാലെ അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയത്. ഈ ഹ്രസ്വ യുദ്ധത്തിലൂടെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി നശിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് അന്താരാഷ്ട്ര ഏജൻസിയുടെ അന്ത്യശാസനം വരുന്നതും പരിശോധിക്കാനാകില്ല എന്ന് ഇറാൻ നിലപാടെടുക്കുന്നതും. ഇസ്രായേൽ സൈന്യവും വിശ്വസിക്കുന്നത് ജൂണിലെ ആക്രമണം ഭാഗിക വിജയം മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങിയാൽ വലിയ ആക്രമണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ 2000 മിസൈലുകളെങ്കിലും ഇറാനെ തേടിയെത്തുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പങ്കുവച്ചിട്ടുണ്ട്. ഇസ്രായേലിന് തങ്ങളുടെ പുതിയ എയർ ഡിഫൻസ് സംവിധാനത്തെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഒപ്പം ഏത് ശക്തമായ ആക്രമണത്തെയും ഇറാൻ ചെറുക്കാൻ സന്നദ്ധമാണ് എന്നാണ് വിലയിരുത്തൽ. ഇതോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവഭൂതം സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിച്ചതിനപ്പുറം ജീവിത നിലവാരത്തെയും ബാധിച്ചിട്ടുണ്ട്. അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്നാണ് ഇറാൻ നിരന്തരം വാദിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ നിർവ്യാപന ബാധ്യതകൾ പാലിക്കുന്നില്ല എന്ന് IAEA പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇസ്രായേൽ ആരംഭിച്ച ആക്രമണങ്ങൾക്ക് ഇത് രാഷ്ട്രീയ മറ നൽകുന്നുവെന്ന് വാദിച്ച ഇറാൻ ഉദ്യോഗസ്ഥർ അന്നു മുതൽ IAEAയുടെ പരിശോധനകൾ നിരസിക്കുകയാണ് ഉണ്ടായത്. അന്ത്യശാസനത്തിന് മറുപടിയായി ഇറാൻ കെയ്റോ കരാറിൽ നിന്ന് പിന്മാറി. ഈ കരാർ ഇനി സാധുവല്ല എന്നും അത് അവസാനിപ്പിക്കുന്നതായി കണക്കാക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി IAEAക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര പരിശോധനയിൽ നിന്നുള്ള ഇറാന്റെ പിന്മാറ്റം ഇറാനും ഇസ്രായേലും തമ്മിൽ മറ്റൊരു യുദ്ധത്തിന് കാരണമാകുമെന്നാണ് ചില വിദഗ്ധർ ആശങ്കപ്പെടുന്നത്. പിക്കാക്സ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ സമ്പുഷ്ടീകരണ സ്ഥലത്ത് ഇറാൻ തുടർന്നും പ്രവർത്തിച്ചേക്കാമെന്ന് ചിലർ വാദിക്കുന്നുമുണ്ട്. ആ സ്ഥലത്തേക്കോ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളവയല്ലാതെ മറ്റ് സംശയിക്കപ്പെടുന്ന ആണവ സൈറ്റുകളിലേക്കോ അന്താരാഷ്ട്ര പരിശോധകർക്ക് പ്രവേശനം നൽകാൻ ഇറാൻ അധികാരികൾ വിസമ്മതിച്ചിരിക്കുകയാണ്. ഇതാണ് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്.